സ്വദേശ് മെഗാ ക്വിസിലെ LP-കാർക്കും UP-കാർക്കും ഉള്ള ടോപ്പിക്കാണ് ഗാന്ധിജി. അതിൻ്റെ പാർട്ട് 2 ആണിത്. പാർട്ട് 1 കാണാത്തവർ അത് കാണാൻ മറക്കരുതേ. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഉത്തരം ചിന്തിക്കുവാനുള്ള സമയം നൽകിയിട്ടുണ്ട്. ഓരോ ചോദ്യത്തിനും 5 സെക്കൻഡ് സമയമുണ്ട്. ഒരു പേപ്പറും പേനയും എടുത്ത് നിങ്ങളുടെ ഉത്തരങ്ങൾ രേഖപ്പെടുത്തുക. പഠിച്ചു കഴിയാത്തവർ 1-2 തവണ വീഡിയോ കണ്ട ശേഷം അറ്റൻഡ് ചെയ്യുക. നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഗാന്ധിജിയുടെ അപരനാമം എന്താണ്? ഗാന്ധിജിയുടെ അപരനാമം എന്താണ്? ഉത്തരം ബാപ്പുജി. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ഗാന്ധിജിയുടെ സമരമാർഗം എന്തായിരുന്നു? ഗാന്ധിജിയുടെ സമരമാർഗം എന്തായിരുന്നു? ഉത്തരം സത്യാഗ്രഹം. അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരാണ്? അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരാണ്? വിൻസ്റ്റൺ ചർച്ചിൽ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം കെ. കേളപ്പൻ. ഗാന്ധിജി ആത്മകഥ എഴുതിയത് ഏതു ഭാഷയിലാണ്? ഗാന്ധിജി ആത്മകഥ എഴുതിയത് ഏതു ഭാഷയിലാണ്? ഉത്തരം ഗുജറാത്തി ഭാഷയിൽ. ഗാന്ധിജി ആത്മകഥ എഴുതിയത് ഗുജറാത്തി ഭാഷയിലാണ്. ഗാന്ധിജിയുടെ ആത്മകഥ ഏതു പേരിലാണ് പ്രസിദ്ധീകരിച്ചത്? ഗാന്ധിജിയുടെ ആത്മകഥ ഏതു പേരിലാണ് പ്രസിദ്ധീകരിച്ചത്? ഉത്തരം എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജി ഗോപാലകൃഷ്ണ ഗോഖലെയെ ആദ്യമായി കണ്ടുമുട്ടിയത് എവിടെ വെച്ച്? ഗാന്ധിജി ഗോപാലകൃഷ്ണ ഗോഖലെയെ ആദ്യമായി കണ്ടുമുട്ടിയത് എവിടെ വെച്ച്? ഉത്തരം കൽക്കത്തയിലെ ഫർഗൂസൺ കോളേജ് ഗ്രൗണ്ടിൽ വെച്ച്. ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട്? ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട്? ഉത്തരം 5 തവണ. ഗാന്ധിജി 5 തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട്. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം എന്നാണ്? ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം എന്നാണ്? ഉത്തരം 1920 ആഗസ്റ്റ് 18. ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് 1920 ആഗസ്റ്റ് 18 ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചരണാർത്ഥം കോഴിക്കോടാണ്. ഗാന്ധിജിയുടെ സമരമുറയ്ക്ക് സത്യാഗ്രഹം എന്ന പേര് നിർദ്ദേശിച്ചത് ആര്? ഗാന്ധിജിയുടെ സമരമുറയ്ക്ക് സത്യാഗ്രഹം എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ്? ഉത്തരം മകൻലാൽ ഗാന്ധി. ഗാന്ധിജിയുടെ സമരമുറയ്ക്ക്
സത്യാഗ്രഹം എന്ന പേര് നിർദ്ദേശിച്ചത് മകൻലാൽ ഗാന്ധിയാണ്. ഗാന്ധിജി തൻ്റെ ആത്മകഥ എഴുതിയത് എന്നാണ്? ഗാന്ധിജി തൻ്റെ ആത്മകഥ എഴുതിയത് എന്നാണ്? 1922 ജയിൽവാസത്തിനിടയിൽ വെച്ചാണ് ഗാന്ധിജി തൻ്റെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ആത്മകഥ എഴുതിയത്. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഏത് പേരിലാണ്? എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഏത് പേരിലാണ്? ഉത്തരം സത്യശോധിനി എന്ന പേരിൽ മറാത്തി ഭാഷയിൽ. ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന പേര് കൂടി ഗാന്ധിജി നൽകിയത്? ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന പേര് കൂടി ഗാന്ധിജി നൽകിയത്? ഉത്തരം ബർദോളി സത്യാഗ്രഹം. ദക്ഷിണാഫ്രിക്കയിലെ ഡർബനിൽ നിന്ന് ഗാന്ധിജി പ്രസിദ്ധീകരിച്ച ആഴ്ചപ്പതിപ്പിൻ്റെ പേര് എന്തായിരുന്നു? ദക്ഷിണാഫ്രിക്കയിലെ ഡർബനിൽ നിന്ന് ഗാന്ധിജി പ്രസിദ്ധീകരിച്ച ആഴ്ചപ്പതിപ്പിൻ്റെ പേര് എന്തായിരുന്നു? ഉത്തരം ഇന്ത്യൻ ഒപ്പീനിയൻ. ഗാന്ധിജി ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം ആദ്യമായി പ്രസിദ്ധീകരിച്ച വർഷം എന്നാണ്? ഗാന്ധിജി ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം ആദ്യമായി പ്രസിദ്ധീകരിച്ച വർഷം എന്നാണ്? ഉത്തരം 1903. ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? ഉത്തരം തൻ്റെ രാഷ്ട്രീയ പരീക്ഷണശാല. തൻ്റെ രാഷ്ട്രീയ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ ഗാന്ധിജി ആരംഭിച്ച പത്രം ഏതാണ്? തൻ്റെ രാഷ്ട്രീയ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ ഗാന്ധിജി ആരംഭിച്ച പത്രം ഏതാണ്? ഉത്തരം യങ് ഇന്ത്യ. നിങ്ങൾ ഓർക്കുക, വർണ്ണവിവേചനത്തിനെതിരെ ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ. 1903 ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. തൻ്റെ രാഷ്ട്രീയ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ ഗാന്ധിജി ആരംഭിച്ച പത്രമാണ് യങ് ഇന്ത്യ. രണ്ടും തമ്മിൽ മാറിപ്പോകരുത് കേട്ടോ. ഗാന്ധി സേവാ സംഘം എന്ന സ്ഥാപനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഗാന്ധി സേവാ സംഘം എന്ന സ്ഥാപനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം വാർധയിൽ. 1923 മഹാരാഷ്ട്രയിലെ വാർധയിലാണ് ഗാന്ധി സേവാ സംഘം സ്ഥാപിച്ചത്. ഗാന്ധിജി പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? ഗാന്ധിജി പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം അയ്യങ്കാളിയെ. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരത്തെ. ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി എഴുതിയ മലയാളി ആരാണ്? ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി എഴുതിയ മലയാളി ആരാണ്? ഉത്തരം കെ രാമകൃഷ്ണപിള്ള. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്?
ഉത്തരം സി രാജഗോപാലാചാരി. ഗാന്ധിജിയെക്കുറിച്ച് മഹാകവി വള്ളത്തോൾ രചിച്ച കവിത ഏതാണ്? ഗാന്ധിജിയെക്കുറിച്ച് മഹാകവി വള്ളത്തോൾ രചിച്ച കവിത ഏതാണ്? ഉത്തരം എൻ്റെ ഗുരുനാഥൻ. മീരാബെൻ എന്ന പേരിൽ പ്രശസ്തയായ ഗാന്ധി ശിഷ്യ ആരാണ്? മീരാബെൻ എന്ന പേരിൽ പ്രശസ്തയായ ഗാന്ധി ശിഷ്യ ആരാണ്? ഉത്തരം മാഡലിൻ സ്ലൈഡ്. സത്യാഗ്രഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? സത്യാഗ്രഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം യേശുക്രിസ്തു. ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷം എന്നാണ്? ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷം എന്നാണ്? ഉത്തരം 1930. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ കണ്ട വർഷം എന്നാണ്? ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ കണ്ട വർഷം എന്നാണ്? ഉത്തരം 1925. ഗാന്ധിജിയുടെ ഒടുവിലത്തെ സത്യാഗ്രഹം അവസാനിച്ച ദിവസം എന്നാണ്? ഗാന്ധിജിയുടെ ഒടുവിലത്തെ സത്യാഗ്രഹം അവസാനിച്ച ദിവസം എന്നാണ്? ഉത്തരം 1948 ജനുവരി 18. ഒരു വ്യക്തിയുടെ പേരിൽ കേരളത്തിൽ തുടങ്ങിയ ആദ്യ സർവകലാശാല ഏതാണ്? ഒരു വ്യക്തിയുടെ പേരിൽ കേരളത്തിൽ തുടങ്ങിയ ആദ്യ സർവകലാശാല ഏതാണ്? ഉത്തരം മഹാത്മാഗാന്ധി സർവകലാശാല. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് പ്രഖ്യാപിച്ച മഹാൻ ആരാണ്? ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് പ്രഖ്യാപിച്ച മഹാൻ ആരാണ്? ഉത്തരം മഹാത്മാഗാന്ധി. ഗാന്ധിജി ആകെ എത്ര ദിവസം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്? ഗാന്ധിജി ആകെ എത്ര ദിവസം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്? ഉത്തരം 2338. ഗാന്ധിജിയുടെ പത്നിയുടെ പേര് എന്താണ്? ഗാന്ധിജിയുടെ പത്നിയുടെ പേര് എന്താണ്? ഉത്തരം കസ്തൂർബ ഗാന്ധി. ഗാന്ധിജിയുടെ ദണ്ഡി യാത്ര തുടങ്ങിയത് എന്നായിരുന്നു? ഗാന്ധിജിയുടെ ദണ്ഡി യാത്ര തുടങ്ങിയത് എന്നായിരുന്നു? ഉത്തരം 1930 മാർച്ച് 12 രാവിലെ. ദണ്ഡി യാത്ര ദണ്ഡി കടപ്പുറത്ത് എത്തിയത് എന്നാണ്? ദണ്ഡി യാത്ര ദണ്ഡി കടപ്പുറത്ത് എത്തിയത് എന്നാണ്? ഉത്തരം 1930 ഏപ്രിൽ 5. ഗാന്ധിജി വൈക്കം സന്ദർശിച്ച വർഷം എന്നാണ്? ഗാന്ധിജി വൈക്കം സന്ദർശിച്ച വർഷം എന്നാണ്? ഉത്തരം 1925. തൻ്റെ പിന്തുടർച്ചാവകാശിയായി ഗാന്ധിജി പറഞ്ഞത് ആരെയാണ്? തൻ്റെ പിന്തുടർച്ചാവകാശിയായി ഗാന്ധിജി പറഞ്ഞത് ആരെയാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റുവിനെ. ഗാന്ധിജിയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരണാലയം ഏതാണ്? ഗാന്ധിജിയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരണാലയം ഏതാണ്? ഉത്തരം നവജീവൻ ട്രസ്റ്റ്.
രക്തസാക്ഷി ദിനം എന്നാണ്? രക്തസാക്ഷി ദിനം എന്നാണ്? ഉത്തരം ജനുവരി 30. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം എവിടെയാണ്? കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം എവിടെയാണ്? ഉത്തരം പയ്യന്നൂർ. ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയും അനുയായികളും പാടിയ ഗാനം ഏത്? ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയും അനുയായികളും പാടിയ ഗാനം ഏതാണ്? ഉത്തരം രഘുപതി രാഘവ രാജാറാം. ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ്? ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ്? ഉത്തരം രാജ്ഘട്ട്. സ്വതന്ത്ര ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ ആദ്യമായി ആലേഖനം ചെയ്തത് ആരാണ്? സ്വതന്ത്ര ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ ആദ്യമായി ആലേഖനം ചെയ്തത് ആരെയാണ്? ഉത്തരം മഹാത്മാഗാന്ധി. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരം ഏത്? ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരം ഏതാണ്? ഉത്തരം അഹമ്മദാബാദ് മിൽ തൊഴിലാളി സമരം. ഭാരത സർക്കാർ പ്രവാസി ദിനമായി ആചരിക്കുന്ന തീയതി ഏതാണ്? ഭാരത സർക്കാർ പ്രവാസി ദിനമായി ആചരിക്കുന്ന തീയതി ഏതാണ്? ഉത്തരം ജനുവരി 9. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വധശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെട്ട വ്യക്തി ആരാണ്? സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വധശിക്ഷയ്ക്ക് വിധി കൽപ്പിച്ച വ്യക്തി ആരാണ്? ഉത്തരം നാഥൂറാം വിനായക ഗോഡ്സെ. ചർക്കാ സംഘം സ്ഥാപിച്ച വർഷം ഏത്? ചർക്കാ സംഘം സ്ഥാപിച്ച വർഷം ഏത്? ഉത്തരം 1925. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായ സംഭവം ഏത്? ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായ സംഭവം ഏത്? ഉത്തരം ചൗരി ചൗര സംഭവം. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കുന്ന കാലഘട്ടം ഏത്? ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കുന്ന കാലഘട്ടം ഏതാണ്? ഉത്തരം 1869 മുതൽ 1923 വരെ. ഗാന്ധിജിയുടെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് 1969 ഒക്ടോബർ 2 നിലവിൽ വന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം ഏതാണ്? ഗാന്ധിജിയുടെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് 1969 ഒക്ടോബർ 2 നിലവിൽ വന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം ഏതാണ്? ഉത്തരം NSS അഥവാ നാഷണൽ സർവീസ് സ്കീം. ഇനി നിങ്ങൾക്കുള്ള 2 ചോദ്യങ്ങളാണ്. ഉത്തരം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. 2025 ഒക്ടോബർ 2 ഗാന്ധിജിയുടെ എത്രാമത്തെ ജന്മദിനമാണ് ആഘോഷിക്കുന്നത്? 2025 ഒക്ടോബർ 2 ഗാന്ധിജിയുടെ എത്രാമത്തെ ജന്മദിനമാണ് ആഘോഷിക്കുന്നത്? ഗാന്ധിജിയുടെ അവസാന വാക്കുകൾ എന്തായിരുന്നു? ഗാന്ധിജിയുടെ അവസാന വാക്കുകൾ എന്തായിരുന്നു? നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് കൂടി കമൻറ്റ് ചെയ്യുക.
ഗാന്ധിജി അതുപോലെ അന്തരിച്ച ഇഷ്ടപ്പെട്ടാൽ ദിവസം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ഉത്തരം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും 1948 മറക്കരുത്. 1948 ജനുവരി 30 വെള്ളിയാഴ്ച വൈകിട്ട് 5:17 നാദൂറാം വിനായക ഗോഡ്സെ എന്ന മതഭ്രാന്തന്റെ വീഡിയോ